ഈ കുട്ടിയും കാമുകനും പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആനന്ദിയുടെ മാതാപിതാക്കൾ ഒരു അച്ഛന്റെ അഭിമാനവും ഒരു അമ്മയുടെ ആത്മാഭിമാനവും എല്ലാം മറന്നുകൊണ്ട് ഈ മകൾക്ക് മുന്നിൽ കൈകൂപ്പി അങ്ങനെ നിൽക്കണം. തുടർന്ന് ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ കാലിലേക്ക് വീഴാണ്, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ദയനീയമാണത്. ഏതായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആ കാഴ്ച കണ്ട് ഹൃദയഭേദകമായിരുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. எங்களுக்கான வேலை செய்வோம். அவங்க பண்ணிட்டு போறாங்க, அவங்க கருத்து அவங்களுக்கான வேலை செய்வோம் சார். இப்ப யாரும் எதுவுமே பண்ணல சார், நீங்க தெரிஞ்சுக்க மாட்டீங்க. திவ்யா, இதெல்லாம் பரவாயில்லையா? பாருமா, இதெல்லாம் பரவாயில்லையா? நீ டச் பண்ணாத, பேசுமா, வராம பேசு, சார். கோஆபரேட் பண்ணுங்க சார். நாங்க இது பண்ணல சார். நல்லா நானே கல்யாணம் பண்ணிட்டு போகணும். நல்லா நானே கல்யாணம் பண்ணுவேன். நானே கல்யாணம் பண்ணிட்டு போவேன். வண்டி வச்சிருக்கேன், உன்னை பண்ணுவேன். നമ്മുടെ ജീവിതത്തിലെ ചില കാഴ്ചകൾ ക്യാമറയിൽ പകർത്തപ്പെടും, ചിലത് ചരിത്രത്തിൽ ഇടം പിടിക്കും. എന്നാൽ മറ്റു ചില കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത പോലെ നമ്മുടെ മനസ്സിൽ എന്നും കെട്ടിക്കിടക്കും. അത്തരമൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ജില്ലയിലെ ചെങ്കം മേഖലയിലെ പച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ സംഭവം അത്തരത്തിൽ ഹൃദയത്തെ ഏറെ നോവിച്ച ഒരു സംഭവം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ഈ കാഴ്ച പലരുടെയും ഹൃദയത്തെ അക്ഷരാർത്ഥത്തിൽ കീറി മുറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വീഡിയോ നമ്മൾ കാണുന്നത് ഉച്ചിമലി കൊപ്പം സ്വദേശിയായ ആനന്ദി എന്ന പെൺകുട്ടിയാണ്. അവരുടെ കൂടെ ഉള്ളത് മദൻകുമാർ എന്ന ചെറുപ്പക്കാരനാണ്. ഇരുവരും ഭയങ്കരമായിട്ട് പ്രണയത്തിലായിരുന്നു. പ്രണയത്തെ തുടർന്ന് ഈ മദൻകുമാറിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ഏകദേശം ഒരു നാട്ടുകാരനാണ്. ഈ മദൻകുമാറിനെ കുറിച്ച് നാട്ടിൽ അത്ര വലിയൊരു അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയം പുറത്തിറങ്ങിയ സമയത്ത് ആനന്ദിയുടെ മാതാപിതാക്കൾ കടുത്ത രീതിയിൽ ഇതിനെ എതിർപ്പറിയിച്ചിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ എല്ലാ അവഗണനയും എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് മദൻകുമാറിനൊപ്പം ആനന്ദി ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇറങ്ങിപ്പോയതിനു ശേഷം ആനന്ദിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ നടപടി എന്ന് പറഞ്ഞാൽ ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിയെയും മദൻകുമാറിനെയും പോലീസുകാരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. എന്ന് മാത്രമല്ല, അതേസമയം ആനന്ദിയുടെ മാതാപിതാക്കളെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്തായാലും പോലീസ് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. എന്നാൽ ആനന്ദി തന്റെ കാമുകനായ മദൻകുമാറിനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരമൊരു ദയനീയമായുള്ള കാഴ്ച, ഇത്തരമൊരു ദയനീയമായിട്ടുള്ള സംഭവം അവിടെ അരങ്ങേറിയത്. ഈ കുട്ടിയും കാമുകനും പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആനന്ദിയുടെ മാതാപിതാക്കൾ ഒരു അച്ഛന്റെ അഭിമാനവും ഒരു അമ്മയുടെ ആത്മാഭിമാനവും എല്ലാം മറന്നുകൊണ്ട് ഈ മകൾക്ക് മുന്നിൽ കൈകൂപ്പി അങ്ങനെ നിൽക്കണം. ഇതിലൊന്നും മകൾക്ക് യാതൊരു കുലുക്കുമില്ല. അച്ഛനമ്മന് കൈകൂപ്പിയാലെന്ത് കാലുകൂപ്പിയാലെന്ത്, അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. തുടർന്ന് ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ കാലിലേക്ക് വീഴാണ്, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട്. അവരുടെ ശബ്ദം ശരിക്കും വിറക്കുന്നുണ്ടായിരുന്നു, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ ചുറ്റും നിന്നവർക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ദയനീയമാണത്. ഏതായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആ കാഴ്ച കണ്ട് ഹൃദയഭേദകമായിരുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്ന ആ നിമിഷം മുതൽ ഈ മാതാപിതാക്കളുടെ ജീവിതം കീഴ്മേൽ മറിയുകയാണ്. സ്വന്തം സന്തോഷങ്ങളും സ്വന്തം സുഖങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം തങ്ങളുടെ മകൾക്കായിട്ട് ഇവർ നീക്കിവെക്കുകയാണ്. ആ നിമിഷം മുതൽ കുട്ടിക്ക് ചെറിയൊരു അസുഖം അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ചെറിയൊരു കൊരയൊക്കെ ഉണ്ടായാൽ ഈ മാതാപിതാക്കൾ ഉറക്കം വെച്ച് ആ കുട്ടിക്ക് കാവലിരിക്കുകയാണ്. മിക്ക മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ്.
എല്ലാവരും എന്ന് പറയുന്നില്ല, കുട്ടികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് പന്നികൾ വേറെ ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ മാതാപിതാക്കൾ അവരുടെ എല്ലാ സുഖങ്ങളും, ആ കുട്ടിക്ക് ചെറിയൊരു അസുഖം വന്നാൽ ഈ മാതാപിതാക്കൾ രാത്രി മുറക്കം വെച്ച് ഈ കുട്ടിക്ക് വേണ്ടി കാവലിരിക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. തുടർന്ന് കുട്ടി വലുതായി വരുമ്പോൾ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് വെച്ച് ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ജോലിയെടുക്കും. സ്വന്തം ആവശ്യങ്ങൾ, സ്വന്തം അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഈ കുട്ടിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വളരെയധികം പരിശ്രമിക്കും. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഒരു ദിവസം സ്വന്തം മകളുടെ മുന്നിൽ കൈകൂപ്പി കാലിൽ വീണ് ഇത്തരത്തിൽ യാചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിന്റെ വേദന നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും തുടർന്ന് നിയമ നടപടിയിലേക്ക് കടക്കുന്നു. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും, ഇത്രയൊക്കെ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടും, ചുറ്റും നിന്നവരുടെ കണ്ണുപോലും നനയിച്ച ഈ സംഭവം ഉണ്ടായിട്ടും മകളായ ആനന്ദിക്ക് ഒരു ഉലുക്കമില്ല. അവക്ക് കാമുകൻ മതി എന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അവർ എടുത്തു. എന്തായാലും കാമുകന്റെ ഒപ്പം പോകാൻ താല്പര്യമെന്ന് അവർ നിയമപാലകരെ അറിയിച്ചു. അതിനെ തുടർന്ന് പോലീസ് തുടർ നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി. ഒടുവിൽ തകർന്ന മനസ്സും നിറഞ്ഞ കണ്ണുകളുമായി ആ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. ഈ സംഭവത്തില് പ്രായപൂർത്തിയായ ഒരാൾക്ക് നിയമപരമായി തന്റെ പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ അവരുടെ അവകാശം അങ്ങനെ നിലനിൽക്കെ കഷ്ടപ്പെട്ട് വളർത്തിയ മകളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന അതിൽ ഇല്ലാതാകുന്നില്ല. അതിനും വേണ്ട പരിഗണന ലഭിക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരേ സമയം നിലനിൽക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രണയം എന്നത് മനോഹരമായിട്ടുള്ള വികാരമാണ്. പക്ഷെ കുടുംബത്തോട് സംസാരിക്കാനും കഴിയുന്നത്ര അവരുടെ ആശങ്കകൾ കേൾക്കാനും പരസ്പര ബഹുമാനത്തോടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാനും എനിക്ക് തോന്നുന്നു പല കുടുംബങ്ങളെയും ഇത്തരം ഒരു കണ്ണീരിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പരിധി വരെ സഹായിക്കുമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വൈറലായത് കേവലം അച്ഛനമ്മമാരുടെ ഒരു കണ്ണീര് മാത്രമല്ല, അവരുടെ നിസ്സഹായത കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ എത്ര വലിയ തീരുമാനങ്ങൾ എടുത്താലും, എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയാലും, ചെറുപ്പത്തിൽ നമ്മളെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ച ആ കൈകളെ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വമാണ്. ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെയും ജീവിതം ഓരോരുത്തരുടെ തീരുമാനം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും സംശയമൊന്നുമില്ല. എന്നാൽ സ്നേഹവും ബഹുമാനവും നിലനിർത്താൻ കഴിഞ്ഞാൽ പല മുറിവുകളും നമുക്ക് ഉണക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഈ സംഭവം നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളുടെ കണ്ണീര് കാണേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. അവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് അധികകാലം നിലനിൽപ്പില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നാണ് ഇത്തരം സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും പ്രണയത്തിനൊന്നും നമ്മൾ ആരും എതിരല്ല. പ്രണയിച്ചോളൂ, ഇഷ്ടംപോലെ പ്രണയിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയ ഹൃദയങ്ങളെ നിങ്ങൾ മുറിപ്പെടുത്തരുത് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.